ये देखो, राजीव नंबियार leads ANC to a stunning victory against drug lords. Great, sir. एसपी और डिपार्टमेंट ने मेरा बहुत तारीफ किया. ഇതൊക്കെ പുള്ളി തന്നെ പത്രത്തിൽ കൊടുക്കുന്നതാ, കാര്യാക്കണ്ട. നല്ല മനുഷ്യനാ, പക്ഷെ ഒരുമാതിരി ഊള സ്വഭാവാ. അതെന്താ? ഇതന്നെ വല്ലവരും ചെയ്ത പണിന്റെ ക്രെഡിറ്റ് എടുത്ത് ആളാവാ. പിന്നെ അല്പത്തരവും പിന്നെ കുറച്ച് സംശയരോഗവും. സംശയരോഗം? പുള്ളിയുടെ വൈഫേ 10-200 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാ. അതുകൊണ്ട് പുറകെ നടക്കുന്ന കോഴികൾക്ക് ഒരു പഞ്ഞുമില്ല. ഇത് ഡിപ്പാർട്ട്മെന്റ് എന്താ രാജാ, പരദൂഷണമാണോ? ഇല്ല സർ. അവിടെ തലവെച്ച് കൊടുത്തു അല്ലേ? നൈസായിട്ട് ഊരി. അതുകൊണ്ട് സാർ ബാക്കി പറയാം. പിക്ചറൈസസ് ഓക്കെ. വോൾഫ് തന്ന ഇൻഫർമേഷൻ വെച്ച് ഒരൊറ്റ രാത്രിയിൽ ഈ മുംബൈയിൽ നമ്മൾ നടത്തിയ 3 ഓപ്പറേഷൻസ്, വിക്ടറും 4-5 ആൾക്കാരും ഒഴികെ ബാക്കി സബ് കോ ഠോക് ദിയ. പക്ഷെ നമുക്ക് ഇൻഫർമേഷൻ തന്ന ഈ വോൾഫ് തന്നെ ഈ പുകമറയുടെ ഇടയിലൂടെ വിക്ടറിന്റെ കോടിക്കണക്കിന് രൂപയും കൊണ്ടുപോയി. പുള്ളിയുടെ പ്ലാനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇഡിയുടെ റഡാറിലുള്ള എല്ലാ ഹവാല ഇടപാടുകളിലും ഒരു ടെക്കിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. സഞ്ജീവ് ഈസ് വൺ ഓഫ് ദം. അയാളുടെ IT ജോബ് എല്ലാം ഒരു കവറപ്പാണ്. രാജ്യം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെ വെച്ചാണെങ്കിലും ഇയാൾക്ക് ആ പൈസ ക്യാഷ് ചെയ്യാം. പക്ക ഫുൾ പ്രൂഫ് പ്ലാൻ ആയിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. ചുരുക്കി പറഞ്ഞ പാസ്വേഡും പോയി, പൈസയും പോയി. വിക്ടർ ആണെ കൊല്ലാനും നടക്കുന്നു, ലാപ്ടോപ്പ് ആണെ തുറക്കുന്നുമില്ല. ഇയാളിപ്പോൾ എവിടെ ഉണ്ടെന്നുള്ള വല്ല നോ. സാർ, പിന്നെ നിങ്ങളുടെ മറ്റേ ഓഫീസിലെ ഓണപരിപാടിയില്ലേ, അതിന് നമുക്ക് വരാൻ പറ്റൂല. ഒരു ചെറിയ സീനുണ്ട്. അല്ല, അന്നാണ് മറ്റേ മ്യൂസിക് ഡയറക്ടർ സുരേഷ് ഖാൻ വരാന്ന് പറഞ്ഞത്. അതിന്റെ പരിപാടിയിലായിരിക്കും. നിനക്ക് സുരേഷ് ഖാനെ അറിയില്ലേ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പോയി കാണുന്നു വേണ്ട. അല്ല, ഞാൻ ചിലപ്പോ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. ആ അമ്മ പ്രിയ നല്ല കുട്ടിയാണല്ലേ? എടാ, ആ സതീശന് പകരം ഞാൻ ഓൺ സൈറ്റിൽ പോയി അടിപൊളിയായിരിക്കും അല്ലേ? എന്തിനു? എടാ, ലേഡി ഗായിക്ക് അവനെ വലിയ താല്പര്യമില്ല. അതാണ് എൻ്റെ ഒരു ഇത് തീർത്താ. അതിൻ്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല തീർക്കാനായിട്ട്. നീ മടവടെ അടിച്ചപ്പോ എനിക്ക് തോന്നി, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? കോപം. ഞാനത് തപ്പട്ടെ. അവളുടെ അപ്പനോട് ചോദിക്കൊരു കുപ്പി. ഹലോ ഹലോ, ഞാൻ വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു? ഞാനിവിടെ കൂട്ടുകാരോടെ. എന്തു പറ്റി? നീ ഇങ്ങനെ കളിച്ചോണ്ട് നടന്നു. എന്തൊക്കെ ആയിരുന്നു? മതി, ഇനി ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഡാ, പപ്പയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. പപ്പയ്ക്കാ? എന്തിനി? നിനക്കിട്ട് മുട്ടം പണി വരുന്നുണ്ട്. അതന്നെ അമ്മാവൻ നിന്നെ തെല്ലാൻ ആളെ വിട്ടിട്ടു. ആര്? അമ്മാവനാ? ശംസീറ, സൗണ്ട് ഒന്ന് കുറച്ചടാ. ഹലോ, മനുഷ്യന്റെ സ്പൈനൽ കോഡ് വരെ അടിച്ചു പോയി. എന്ത് വിട്ടലാണ് ബബീഷേട്ട വിട്ടത്? നമ്മൾ വീഗാലാൻഡിൽ ടൂർ ഇറങ്ങിയതല്ലേ, നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ. എന്നാലും മനുഷ്യത്വം വേണ്ടേ? പറഞ്ഞോളേട്ടാ, എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ ബീഫുണ്ടോ? ബീഫുണ്ടല്ലോ. എന്നാ 3 ഓംലെറ്റ്. അല്ലളയാ, ടച്ചിങ്സ് വേണ്ടേ? ആ, ഇതിന്റെ ഇത്രയും ടച്ച് നീയാ, ബാക്കിയുള്ളതേ ഞാൻ ടച്ചിക്കോളാം. ചേട്ടാ, ഇവിടെ ഒന്നും പറ്റില്ല. ഏതാ? ബീഫ് ഓർഡർ ചെയ്തിട്ട് ഓംലെറ്റിലേക്ക് കൺവേർട്ട് ആവാൻ പറ്റില്ലെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു ബീഫെങ്കിലും ഓർഡർ ചെയ്യണം. അല്ലേട്ടാ? അതല്ല, ഇവിടെ ഇന്ന് മദ്യപിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള മറ്റു കസ്റ്റമർക്ക് ബുദ്ധിമുട്ടാവും. ഇവിടെ ഇപ്പൊ വേറെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ. ഇല്ലല്ലോ. ആ, അവിടെ ഒരുത്തനുണ്ട് കേട്ടോ. ഡേ, അവൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചേ. ഞാൻ വന്നോ? നീ എവിടെ ഇരി. അവിടെ കുറച്ച് ടീം വന്നിട്ട് വന്നാലും നിന്റെ മാവൻ എന്നതല്ല വരാൻ പറഞ്ഞി. പോലീസും കൊടുത്തേക്കുള്ളല്ലോ ഇവിടെ. നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം. ഏട്ടാ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. പബ്ലിക്കലി മദ്യപിക്കുന്ന ഇരിക്കുന്ന കുട്ടിയെ. ഇല്ല, വലിയ ബുദ്ധിമുട്ടില്ല. ഫുട്ബോൾ കളിച്ചപ്പോൾ കൈക്കേറിയ ഗ്ലാസ് ഒക്കെ എടുക്കാനായിട്ടേ. അതപ്പുറത്തേക്ക് എടുത്താ പോരെ? അപ്പൊ പ്രശ്നം തീർന്നില്ലേ? വേറെ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടുമില്ല. ആരാ ബുദ്ധിമുട്ടുണ്ടെന്ന് ഓൾ ക്ലിയർ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതങ്ങ് മാറ്റി കൊടുത്തു. നന്നായി. ഒഴിക്കലോട്ടാ കമത്തങ്ങട്. ബബീഷേട്ടൻ നമ്മൾ ഈ കടൽ പോലെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവനെ എങ്ങനെ തപ്പിയെടുക്കാനോ? നീ മിണ്ടരുത്. നീ എന്താ അവിടെ നിന്ന് പോലും പറഞ്ഞ? എന്ത്?
പോകുന്നു പൊക്കുന്നു പോരുന്നു അല്ലേ നീ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മൂക്കിൽ സീബ്ര എല്ലാം ഇട്ടവനെ പൊക്കൊന്നും മലത്തോന്നൊക്കെ അല്ലേ? എന്തായി? അവൻ എൻ്റെ മുഖത്തിനിട്ട് അടിച്ച അടി, ഓ എൻ്റെ തുരിഞ്ഞ മുഖം ഞാൻ മറക്കില്ലല്ലോട്ടാ.